ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ ഈ വീഡിയോയിലേക്ക് എല്ലാ നല്ല പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി കരയറ്റുന്നു. ഇനിയും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. എന്നാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിലേക്ക് പോകാം. അതിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു: ദൈവം ഇരുളിന് നൽകിയ പേരെന്താണ് എന്നായിരുന്നു. ഇരുളിന് നൽകിയ പേര് രാത്രി എന്നായിരുന്നു. ദൈവം വെളിച്ചത്തിന് നൽകിയ പേരെന്ത്? ദൈവം വെളിച്ചത്തിന് നൽകിയ പേര് പകൽ എന്നായിരുന്നു. ദൈവം വിധാനത്തിന് നൽകിയ പേരെന്ത്? വിധാനത്തിന് ദൈവം നൽകിയ പേര് ആകാശം എന്നായിരുന്നു. ദൈവം വിധാനം സൃഷ്ടിച്ചത് എവിടെ? ദൈവം വിധാനം സൃഷ്ടിച്ചത് വെള്ളങ്ങളുടെ മധ്യയായിരുന്നു. ആകാശം ദൈവം സൃഷ്ടിച്ചത് എത്രാം ദിവസം? 2-ാം ദിവസമാണ് ആകാശം ദൈവം സൃഷ്ടിച്ചത്. ഉണങ്ങിയ നിലത്തിന് ദൈവം നൽകിയ പേരെന്ത്? ഉണങ്ങിയ നിലത്തിന് ദൈവം നൽകിയ പേര് ഭൂമി എന്നാണ്. വെള്ളങ്ങളുടെ കൂട്ടത്തിന് ദൈവം നൽകിയ പേരെന്ത്? സമുദ്രം എന്നാകുന്നു. ദൈവം ഏതുതരം വൃക്ഷങ്ങളെയാണ് 3-ാം ദിവസം സൃഷ്ടിച്ചത്? അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളെ. ഏതു തരം സസ്യങ്ങളെയാണ് ദൈവം സൃഷ്ടിച്ചത്? വിത്തുള്ള സസ്യങ്ങളെ. രാത്രിയും പകലും തമ്മിൽ വേർപിരിയാൻ ദൈവം ഉപയോഗിച്ച പ്രതിഭാസം എന്ത്? വെളിച്ചങ്ങൾ. എന്നാൽ ഇന്നത്തെ ചോദ്യങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. എന്നാൽ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഏത് ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത്? ഏത് ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത്? ദൈവം ഏത് ദിവസമാണ് ജന്തുക്കളെയും പറവജാതികളെയും സൃഷ്ടിച്ചത്? ദൈവം ഏത് ദിവസമാണ് ജന്തുക്കളെയും പറവജാതികളെയും സൃഷ്ടിച്ചത്? മൃഗങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്നാണ്. മൃഗങ്ങളെയും മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്നാണ്. അടുത്ത ചോദ്യം: നല്ലതെന്ന് ദൈവം കണ്ടു എന്ന് 2 പ്രാവശ്യം ഉപയോഗിച്ച ദിവസങ്ങൾ ഏതെല്ലാം? നല്ലത് എന്ന് ദൈവം കണ്ടു എന്ന് 2 പ്രാവശ്യം ഉപയോഗിച്ച ദിവസങ്ങൾ ഏതെല്ലാം? ആരുടെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? ആരുടെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? സകല ജീവിയിന്മേലും വാഴാൻ അധികാരം കൊടുത്തത് ആർക്കാണ്? സകല ജീവിയിന്മേലും വാഴാൻ അധികാരം കൊടുത്തത് ആർക്കാണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസം ഏത്? ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസം ഏത്? മഴ പെയ്യുന്നതിന് മുമ്പ് നിലമൊക്കെയും നനഞ്ഞത് എങ്ങനെ? മഴ പെയ്യുന്നതിന് മുമ്പ് നിലമൊക്കെയും നനഞ്ഞത് എങ്ങനെ? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച വസ്തു ഏത്? ദൈവം മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച വസ്തു ഏത്? മനുഷ്യന് ജീവനുണ്ടായതെപ്പോൾ? മനുഷ്യന് ജീവനുണ്ടായതെപ്പോൾ? മനുഷ്യനെ ദൈവം പാർപ്പിച്ചതെവിടെ? മനുഷ്യനെ ദൈവം പാർപ്പിച്ചതെവിടെ? നദിക്ക് എത്ര ശാഖകൾ ഉണ്ടായിരുന്നു? നദിക്ക് എത്ര ശാഖകൾ ഉണ്ടായിരുന്നു? ഹവീല ദേശമൊക്കെയും ചുറ്റുന്ന നദി ഏതാണ്? ഹവീല ദേശമൊക്കെയും ചുറ്റുന്ന നദി ഏതാണ്? 14 ചോദ്യമുണ്ട്. ഉത്തരം അയയ്ക്കുക. ഫസ്റ്റിനും സെക്കൻഡിനും സമ്മാനം കൊടുക്കുന്നതായിരിക്കും. ഓക്കെ.